मेहता का उल्टा चश्मा. ഇതുകൊണ്ടാ ഞാനിങ്ങനെ ഈർക്കല് പോലെയാവുന്നത്. ആരും ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ. ഹോയ്, ഇത് പോത്തിന്റെ പുറത്തുള്ള ഗെയിമാ. കോയിൻ ഇട്ടേക്ക്. എടാ മക്കളെ, പോത്തിന്റെ പുറത്തുള്ള ഗെയിം ഇതേ അവിടെയാ. നിങ്ങൾ എന്തിനാടാ ജീവനുള്ള പോത്തിന്റെ പുറത്ത് കയറുന്നേ? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. നമ്മുടെ കുന്തനല്ലേ അത്? ഞാൻ പിടിച്ചോളാം. എന്റെ പേഴ്സ് മോഷ്ടിക്കുകയാണല്ലേ? കാശ് വേണമെങ്കിൽ ചോദിച്ചാ പോരായിരുന്നോ? സോറി പപ്പിത്ത ആന്റി. കുന്തൻ, ഞാനിതാ വരാ. ഇതാ കിട്ടിപ്പോയി. വരൂ ഫ്രണ്ട്സ്, നമുക്ക് ഇവന്റെ കൂടെ ഒരു സെൽഫി എടുക്കാം. കുന്തനെ കാണുന്നില്ലല്ലോ. അയ്യോ ടപ്പു, അവൻ ഓടിപ്പോയി. എന്നിട്ട് നീ എന്താ പറയാതിരുന്നേ? പറയാൻ നിന്നാൽ നമ്മുടെ സെൽഫി കുളമാകില്ലടാ. ഇവന്റെ സെൽഫി പിടുത്തം കാരണം കുന്തൻ വീണ്ടും കൈന്ന് ഔട്ടായി. എന്ത് നല്ല മണം. ഇവിടെ അടുത്തെങ്ങും ആരുമില്ല താനും. ഇനി ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം. ധിക്കാരി, ഈ രാജ്യത്ത് എത്ര പേരാ പട്ടിണി കിടന്ന് മരിക്കുന്നറിയോ? നീ ഇവിടെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നോ? ഹലോ, ഞാൻ നമ്മുടെ കുന്തനെ ഒരു ബോഡി ബിൽഡറുടെ കയ്യിലൊന്നും അല്ല ഏൽപ്പിച്ചത്. ധീരരായ 2-3 കുട്ടികളുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദേ ആ പോകുന്ന കുന്തനല്ലേ? എന്നാ വാ. ഉഴുന്നു പടയോ? എന്റെ കുന്തൻ ഒന്ന് നിക്കേ. അയ്യോ, ഐഡിയ. പൂച്ചേന്റെ ശബ്ദത്തിൽ കരഞ്ഞ പട്ടിക്കുട്ടി പുറത്തു വരും. മ്യാവ്, മ്യാവ്. അയ്യോ, അത് കണ്ടോ, ഒരു എലിയാണല്ലോ വരുന്നത്. ദേ അത് കണ്ടോ, അങ്ങോട്ട് നോക്കിയ കുന്തൻ ഓടിക്കളഞ്ഞു. ദേട്ടത്തി, ഈ റിങ് എറിഞ്ഞു നോക്കൂ. ഈ ടോയ്സ് മുഴുവനും ഞാൻ എന്റെ ടിവിക്കൊപ്പം ഫ്രീ ആയിട്ട് വിൽക്കും. കസ്റ്റമേഴ്സും വർദ്ധിക്കും. നന്ദിയുണ്ട് ദയേ. അച്ഛാ, അത് കുന്തനാണ്. അവനെ എനിക്ക് തരൂ. ഞാൻ തരില്ല മോനെ. ഇവനെ ഞാൻ എന്റെ കടയിലേക്ക് കൊണ്ടുപോവാ. ഒന്ന് നിക്കച്ചാ. അയ്യോ, അച്ഛാ നിക്കേ, ഒന്ന് നിക്കവിടെ.
എടാ ടപ്പു, വേണ്ട. എടാ ടപ്പു, അത് ആപത്താണ്. സൂക്ഷിക്കണം മോനെ. എന്റെ അമ്മേ, കാവിലമ്മേ, ടപ്പുസേന സൂക്ഷിക്കണേ. മോനെ ടപ്പു. ഇതില് കോണ് കുറവാണല്ലോ. ആ, കുറച്ചുകൂടെ ചേർക്കാം. കുറച്ച് മുളകും കുറവാ, അതും ചേർത്ത് നോക്കാം. ആ. ഇല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിങ്ങളെ പർവ്വതമുകളിലും സമുദ്രത്തിനടിയിലും കൊട്ടാരത്തിനകത്തും ചെറിയ കുടിലിനകത്തും ഒന്നും അന്വേഷിച്ചില്ല. ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു. എടാ, ഇവര് നമ്മുടെ ടീച്ചർ ആകഞ്ഞത് മഹാഭാഗ്യം. അല്ലെങ്കിൽ എല്ലാ സിലബസും പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പറയും ഇതൊന്നും എക്സാമിന് വരില്ല എന്ന്. ഇതാ പിടിച്ചോളൂ കുന്തൻ. ഹലോ, എന്റെ കുന്തന് ഈ യന്ത്ര ഊഞ്ഞാലിൽ ആടാൻ ആഗ്രഹമുണ്ട്. എനിക്കാണെങ്കിൽ ഊഞ്ഞാൽ കണ്ടാ തലകറങ്ങും. പ്ലീസ്, നിങ്ങൾ ഇവനെയും കൂടി ഒന്ന് കൂടെ കൂട്ടുവോ? ഓക്കേ മാഡം. ഇങ്ങനെ ദിവസവും ഇവിടെ വന്ന് കുന്തനെ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതിയല്ലേ? പിന്നെ എനിക്ക് സമാധാനത്തോടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. എന്നാലും കുന്തൻ നമ്മുടെ കാര്യത്തിൽ ലക്കായിരുന്നു. യന്ത്ര ഊഞ്ഞാലിൽ കയറാൻ നമ്മുടെ പാരന്റ്സ് നമ്മളെ വിടില്ലായിരുന്നു. കുന്തൻ ഉണ്ടായിരുന്നുകൊണ്ടാ നമുക്ക് അതിൽ കയറാൻ കഴിഞ്ഞേ. അടിപൊളി.